ഇതൊരു ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ്. സന്ധ്യ മയങ്ങുന്ന സമയം. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ കടന്നുവന്നു. ഒരു പ്രത്യേക വെളിച്ചം ആ മുഖത്തുണ്ടായിരുന്നു. താമരപ്പൂവിന്റെ നിറം, നീളമുള്ള കേശധാര, ആരുടെയും മനം കവരുന്ന സൗന്ദര്യം. ആ സ്റ്റേഷനിലേക്ക് അവൾ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഗന്ധമാണ് അവിടെയുള്ള പോലീസുകാർക്ക് അനുഭവപ്പെട്ടത്. അതൊരു പാലപ്പൂവിന്റെ ഗന്ധമായിരുന്നു. അവിടെയുള്ള ഒരു പോലീസുകാരനോട് അവൾ പറഞ്ഞു, എന്റെ അച്ചായനെ 3-4 പേര് വളഞ്ഞു വെച്ചിരിക്കുന്നു. അവർ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അച്ചായൻ ആരെയോ കൊന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ അതിന് പകരം വീട്ടാൻ വന്നിരിക്കുകയാണ്. അതൊരു ഫ്ലാറ്റിന്റെ മുമ്പിലാണ് എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ തന്നെ പോലീസ് മേധാവി അന്വേഷണത്തിനായി അവിടേക്ക് മറ്റു പോലീസുകാരെ അയച്ചു. ഈ സ്ത്രീയോട് പുറത്ത് വെയിറ്റ് ചെയ്യാനും അദ്ദേഹം പറയുകയുണ്ടായി. അതുപ്രകാരം ആ സ്ത്രീ പുറത്തേക്ക് നടന്നു. അവളുടെ നടപ്പിലും ഒരു താളാത്മകത ഉണ്ടായിരുന്നു. വെള്ള സാരിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. കുറച്ചു സമയത്തിനു ശേഷം അന്വേഷിച്ചു പോയ പോലീസുകാർ തിരിച്ചുവന്നു. എന്നിട്ട് പോലീസ് മേധാവിയോട് പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്ന്. അപ്പോൾ അവൾ എന്തിനായിരുന്നു കള്ളം പറഞ്ഞത് എന്നായി ഈ പോലീസുകാരുടെ ചിന്ത. പാറാവുകാരനെ വിളിച്ച് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ലിസി എന്നു പേരുള്ള സ്ത്രീയോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. പാറാവുകാരൻ അവിടെയെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്ന്. പെട്ടെന്ന് റോഡിൽ ഒരു ശബ്ദം കേട്ടു. പോലീസുകാരെല്ലാം ഓടിച്ചെന്നു. ഒരു സ്കൂട്ടറുകാരൻ മറിഞ്ഞു വീണതാണ്. അയാൾ പറയുന്നത് ഒരു സ്ത്രീ തന്റെ സ്കൂട്ടറിന് കുറുകെ ചാടി അപ്പുറത്തേക്ക് പോയെന്നാണ്. പക്ഷേ അടുത്തുള്ള ആരും തന്നെ അത് കണ്ടിട്ടുമില്ല. അയാൾ കള്ളുകുടിച്ചിട്ട് പറയുകയാണെന്നാണ് മറ്റുള്ളവർ വിചാരിച്ചത്. അവൾ എന്തിനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കള്ളം പറഞ്ഞു? അവളെ എന്തായാലും കണ്ടെത്തണം എന്നു തന്നെ പോലീസുകാർ വിചാരിച്ചു. പക്ഷേ പേര് മാത്രമല്ലാതെ മറ്റൊരു വിവരങ്ങളും അവൾ തന്നതുമില്ല. എന്നാലും അവൾ പറഞ്ഞ ഫ്ലാറ്റിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസുകാർ തീരുമാനിച്ചു. അടുത്ത ദിവസം പോലീസുകാർ വീണ്ടും അവൾ പറഞ്ഞ ആ ഫ്ലാറ്റിലെത്തി. സെക്യൂരിറ്റിക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു. പോലീസുകാർ ഇന്നലെ നടന്ന കാര്യം അയാളോട് പറഞ്ഞു. ഇവിടെ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നയാൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് സെക്രട്ടറിയെ വിളിച്ചു. അവർ ഓഫീസിലേക്ക് കയറി. നിങ്ങൾ ഇവിടെ ജോലിക്ക് കയറിയിട്ട് എത്ര കാലമായി? പോലീസുകാരൻ ചോദിച്ചു. 5 വർഷമായി എന്ന് അയാളുടെ മറുപടി. ലിസി എന്ന പെൺകുട്ടി ഇവിടെ താമസിച്ചിട്ടുണ്ടോ? സർ, ഈ 5 വർഷത്തിൽ അങ്ങനെയൊരു പേരിൽ ഇവിടെ ആരും താമസിച്ചിട്ടില്ല. പോലീസുകാർ ആശയക്കുഴപ്പത്തിലായി. 5 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം അറിയാൻ ഇതിനു മുമ്പുള്ള സെക്രട്ടറിയെ വിളിച്ചു വരുത്തി. പോലീസുകാർ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു. എനിക്കറിയാം സാർ എന്നായിരുന്നു മുൻ സെക്രട്ടറിയുടെ മറുപടി. എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത്? 10 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സാർ അത്. അയാൾക്ക് വ്യക്തമായി എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. ഓർത്തിരിക്കാൻ അതിന് തക്കതായ ഒരു കാരണവും ഉണ്ടായിരുന്നു. അവരുടെ വിവാഹത്തിന് ആദ്യ നാളുകളിലാണ് ഈ ഫ്ലാറ്റിൽ താമസമാക്കിയത്. ലിസി എന്ന പെണ്ണും അവളുടെ ഭർത്താവ് ജോസും. അവരുടേത് പ്രേമവിവാഹമായിരുന്നു. അവളുടെ നിർബന്ധപ്രകാരമായിരുന്നു അവരുടെ വിവാഹം. അവളുടെ വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്ത ഫ്ലാറ്റിലായിരുന്നു അവർ അന്ന് താമസിച്ചിരുന്നത്. അവൾ വളരെ സ്നേഹമുള്ളവളായിരുന്നു. ഫ്ലാറ്റിലുള്ള എല്ലാവരോടും തന്നെ നന്നായി ഇടപഴകി. പക്ഷേ അവരുടെ ജീവിതം അത്ര നല്ല സന്തോഷത്തിലായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അയാൾക്ക് സൗന്ദര്യം മാത്രമുണ്ടായിരുന്നുള്ളൂ. സ്വഭാവം തീരെ ശരിയായിരുന്നില്ല. ലിസിയുടെ ഭർത്താവ് കള്ളുകുടിയനും ഗുണ്ടാ ഗ്യാങ്ങിൽപ്പെട്ടവനുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 മാസം ആകുന്നതിനു മുമ്പ് തന്നെ അയാൾ മർഡർ കേസിലെ പ്രതിയായി. അയാളെ അന്ന് തന്നെ പോലീസ് അറസ്റ്റും ചെയ്തു. ലിസിക്കാണെങ്കിൽ ഇത് വീട്ടിൽ പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. താൻ കണ്ടുപിടിച്ച ആളായതുകൊണ്ട് തന്നെ അവൾക്കിത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവളുടെ മാനസിക നില ആകെ തകിടം മറിഞ്ഞു.
അന്ന് രാത്രി അവൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഈ സംഭവം എല്ലാവർക്കും ഒരു വേദനയായിരുന്നു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ആ ഫ്ലാറ്റ് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തു. പക്ഷേ ആരവിടെ വന്ന് താമസിച്ചാലും രാത്രിയാകുമ്പോൾ ഒരു സ്ത്രീരൂപം കണ്ടു പേടിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടുമായിരുന്നു. ലിസി അവിടെ തന്നെയുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. നിങ്ങൾക്കെന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് പോലീസുകാരൻ സെക്രട്ടറിയോട് ചോദിച്ചു. ഒത്തിരി ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു അയാളുടെ മറുപടി. രാത്രി ലിഫ്റ്റിൽ ആരെങ്കിലും കയറിയാൽ കൂടെ ഒരു സ്ത്രീ ഉണ്ടാവും. അങ്ങനെ പേടിച്ച് രാത്രി ലിഫ്റ്റിൽ ആരും കയറാതെയായി. ഇടനാഴിയിൽ കൂടി നടന്നു വരികയാണെങ്കിലും കൂടെ ഒരു നിഴലുണ്ടാകും. സെക്യൂരിറ്റിക്കാരനോട് ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ആ സംഭവത്തിന് ശേഷം സെക്യൂരിറ്റി ജോലിക്കായി വരുന്ന ആളുകൾ കുറച്ചു ദിവസങ്ങളെ ഇവിടെ നിന്നിരുന്നുള്ളൂ. രാത്രി സെക്യൂരിറ്റി കസേരയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ പുറകിൽ വന്ന് അവരെ തട്ടി വിളിക്കുമായിരുന്നു. എന്നിട്ട് ഇരുട്ടത്തേക്ക് നടന്നു പോകും. പിന്നീട് ഒരു അലർച്ച മാത്രം കേൾക്കാം. സെക്രട്ടറി പറയുന്നതെല്ലാം പോലീസുകാർ കേട്ടുനിന്നു. പിന്നീട് അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തി. പോലീസുകാരുടെ ഇടയിൽ സംസാരമുണ്ടായി. ഇവിടെ വന്നത് പ്രേതമാണെന്ന്. പോലീസ് മേധാവി ഇതെല്ലാം കേട്ടുകൊണ്ടുവിരുന്നു. അദ്ദേഹം പ്രേതത്തിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇതൊക്കെ ഒരു തമാശയായിട്ടേ എടുത്തുള്ളൂ. അദ്ദേഹം വിചാരിച്ചിരുന്നത് ആരെങ്കിലും തന്നെ കളിപ്പിക്കാൻ ഈ സ്ത്രീയെ സ്റ്റേഷനിലേക്ക് അയച്ചതായിരിക്കുമെന്ന്. അന്ന് രാത്രി സ്റ്റേഷനിലെ പാറാവുകാരൻ ഒരു കാഴ്ച കണ്ടു. രാത്രി 12 മണിയായപ്പോൾ ഒരു ശബ്ദം കേട്ട് അയാൾ ചെന്ന് നോക്കി. അപ്പോൾ ഒരു മരത്തിന്റെ കൊമ്പിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അയാളെ കണ്ടപ്പോൾ അവളൊന്നു ചിരിച്ചു. അപ്പോഴേക്കും അയാളുടെ ബോധം പോയി. അവളിരുന്ന ആ കൊമ്പ് താഴെ പതിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ പോലീസ് മേധാവിക്കും എന്തോ തോന്നി. ഇനി ലിസി ആയിരിക്കുമോ അത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് മേധാവിക്ക് അവിടെ നിന്നും പ്രമോഷനായി മറ്റൊരു സ്റ്റേഷനിലേക്ക്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ച് അതേ സ്റ്റേഷനിൽ വീണ്ടും എത്താനിടയായി. അന്നൊരു SI അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? പണ്ട് ഞാനിവിടുത്തെ കോൺസ്റ്റബിൾ ആയിരുന്നു. പോലീസ് മേധാവി എല്ലാം ഓർത്തെടുത്തു. അദ്ദേഹം തുടർന്നു, ഇന്നെന്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണ്. താങ്കൾ എന്റെ കൂടെ വൈകുന്നേരം എന്റെ വീട്ടിലേക്കൊന്ന് വരണം. ഡ്രൈവർക്ക് എന്റെ വീടറിയാം സാർ. അന്ന് വൈകുന്നേരം പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. കുറച്ചു കഴിഞ്ഞ് ഒരു സ്ത്രീ ചായയുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ആ മുഖം അദ്ദേഹത്തിന് വളരെ പരിചിതമായി തോന്നി. അവൾ പോലീസ് മേധാവിയോട് ചോദിച്ചു, സാറിന് എന്നെ പരിചയമുണ്ടോ? പോലീസ് മേധാവിക്കാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടിയതുമില്ല. അവൾ തുടർന്നു, സാർ, 10 വർഷങ്ങൾക്ക് മുമ്പ് സാറിന്റെ ഓഫീസിൽ ലിസി എന്നൊരു പെൺകുട്ടി ഭർത്താവിനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു വന്നില്ലേ? അത് ഞാനായിരുന്നു സാർ. അവൾ ആ സ്റ്റേഷനിലെ ഇപ്പോഴത്തെ SIയുടെ സഹോദരിയായിരുന്നു. അവൾക്ക് അന്നൊരു അസുഖമുണ്ടായിരുന്നു. അവളുടെ സഹോദരൻ പറഞ്ഞു തുടങ്ങി. ഞാനെന്ന സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്താണ് ഇവൾ അവിടെ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അവളെ ഒളിപ്പിക്കാൻ സ്റ്റേഷന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് അപ്പുറത്തെ ഗേറ്റിലൂടെ പുറത്ത് കടന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി ആക്കി. അതിനുശേഷം സ്റ്റേഷനിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഈ ബഹളമൊക്കെ നടക്കുന്നത് കണ്ടത്. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റിയില്ല. പേടിച്ചിട്ടായിരുന്നു സാർ അന്ന് ഞാൻ പറയാതിരുന്നത്. അന്ന് എൻ്റെ പെങ്ങൾക്ക് ഒരു മാനസിക രോഗമുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് മേധാവി ചോദിച്ചു, എന്തുകൊണ്ട് ലിസി എന്ന പേര് തന്നെ ആ കുട്ടി വന്ന് പറഞ്ഞു എന്ന്. സാർ, അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ അടുത്ത് ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ആ കുട്ടിയുടെ പേര് ലിസി എന്നായിരുന്നു. ഇവൾക്കന്ന് 13 വയസ്സായിരുന്നു. ഇവൾ ആ ഫ്ലാറ്റിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ ലിസി അവളോട് സംസാരിക്കുമായിരുന്നു. വലിയ അടുപ്പമായിരുന്നു ലിസിക്ക് കുട്ടികളോട്.
അങ്ങനെ ലിസി പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ ഇവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. കുറച്ചുനാൾ ട്രീറ്റ്മെന്റൊക്കെ എടുത്ത് അസുഖം മാറിയിരുന്നു. പിന്നീട് ഒരു പട്ടാളക്കാരനുമായി ഇവളെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ പ്രസവത്തോടനുബന്ധിച്ച് വീണ്ടും ആ മാനസിക വിഭ്രാന്തി തിരിച്ചു വന്നു. ആ സമയത്താണ് ഇവൾ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് വന്നത്. അവൾ പറഞ്ഞു, "സർ, എൻ്റെ പേര് ലിസി എന്നല്ല, സിസിലി എന്നാണ്. സർ, അന്ന് ഞാൻ പറ്റിച്ചതിന് എന്നോട് ക്ഷമിക്കണം." അങ്ങനെ പോലീസ് മേധാവി അവിടെ ഇരുന്ന് ചായ എടുത്തു കുടിച്ചു അവിടെ നിന്നും ഇറങ്ങി. ഗേറ്റിനടുത്തെത്തിയപ്പോൾ പുറകിൽ നിന്ന് സാർ എന്നൊരു വിളി. അദ്ദേഹം നോക്കുമ്പോൾ മറന്നുവെച്ച് താക്കോൽ കൂട്ടമായി പെൺകുട്ടി നടന്നു വരികയാണ്. ഇപ്പോൾ ഞാൻ കണ്ടതും കേട്ടതും സത്യമോ അതോ മിഥ്യയോ എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവൾ തൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അദ്ദേഹം നോക്കിയത് പെൺകുട്ടിയുടെ കാലായിരുന്നു. അത് തറയിൽ തൊടുന്നുണ്ടോ എന്ന്. ഇത് ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ അനുഭവമാണ്. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.